അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്നും ഉണ്ടല്ലോ അപ്പവും ദോശയും പുട്ടും ഓട്ടടയൊക്കെ ഉണ്ടാക്കണം. അപ്പം ഇന്ന് നമ്മളൊരു പത്തിരി ആക്കാമെന്ന് കരുതി. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അരിപ്പത്തിരിയും അതിക്ക് നല്ല ചിക്കന് വറുത്തരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി ഇവിടെ പരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് ഐസൊക്കെ പോകാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണ്. അങ്ങനെ ഐസൊക്കെ പോയി കിട്ടിയിരിക്കണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പത്തിരി പരത്തുന്നുണ്ട്, ചിക്കൻ കഴുകുന്നുണ്ട്. അങ്ങനെ എല്ലാ പണിയും കൂടി ഒരുമിച്ചാണ് ഇപ്പം ഇന്ന്. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്ത് മസാലപ്പൊടികളും ഉപ്പും ഒക്കെ ഇട്ടെടുത്ത് ചെറിയൊരു കുക്കറുണ്ട് പാകത്തിന് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു കുക്കർ. അതിലാണ് ഇപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കഴുകി വെച്ചത് തന്നെയായിരുന്നു. എന്നാലും നമ്മൾ ഒന്നും കൂടി നല്ലോണം കഴുകുകയാണ്. അങ്ങനെ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മളെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ചോര തീരെ ഈ മസാലയ്ക്ക് വരില്ല. മറ്റൊന്നായിട്ട് പാത്രത്തോടുക്കനാണ് കൗത്തിയാൽ അതിലെങ്ങനെ ആയാലും ഉണ്ടാവും അതിൻ്റെ അടിയിൽ കുറച്ച് ഒരു ചോരൻ്റെ ഒക്കെ ഒരു ഇത്. അപ്പം നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ മസാലയൊക്കെ ആയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്. വെൽസ് പാൾസി ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോൾ കുറച്ചൊക്കെ കുറവുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കുറവുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെ പണിയൊക്കെ പിന്നെ നമ്മൾ തന്നെ എടുക്കണമല്ലോ. നമുക്ക് എടുത്തരാൻ ആരും വരില്ലല്ലോ. അപ്പോൾ അവനാനെ കൊണ്ട് കഴിയണ മാതിരി ഇങ്ങനെ പണികളൊക്കെ ഇങ്ങനെ എടുക്കും. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് കിടന്നാൽ നമുക്ക് ആരും പണിയെടുത്ത് തരാൻ ആരും ഉണ്ടാവില്ല. എത്ര വെച്ചെങ്കിലും നമ്മൾ തന്നെ എടുക്കണം. അപ്പം നമ്മളെ മോള് ചായയൊക്കെ കുടിച്ചിക്കാണ്ട് ഓള് അടിച്ചേരി തരുന്നുണ്ട്. ഈ ചൂലിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനെ നിന്നുകാണ്ട് അടിച്ചേരാൻ പറ്റിയൊരു ചൂലാണ്. അപ്പോൾ ഓള് അകൊക്കെ എല്ലാം അടിച്ചേരി തരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് മദ്രസ നബിദിനത്തിന് കിട്ടിയ ബിസ്ക്കറ്റും മുട്ടായികളൊക്കെയാണ് ഈ കവറിൽ. അതൊക്കെ സോഫയിൽ കൊണ്ടുപോയി നിരത്തിയിട്ടിരിക്കണു. കുട്ടികളല്ലേ, ഓലെ പറഞ്ഞിട്ടും കാര്യമല്ല. ഓൾക്ക് അങ്ങനത്തെ ഓരോരോ പണികളുണ്ടാവും പെരയിൽ. അതിൽക്കൂടി നമ്മളെ പേരക്കുട്ടികളുണ്ട് പെരയിൽ. മക്കളും പേരക്കുട്ടികളൊക്കെ പാടം കൂടിയാൽ പിന്നെ ഓൾക്ക് എന്താ കാട്ടേണ്ടതെന്ന് കൂടി ആടുണ്ടാവില്ല. ആകെ പരത്തുക, നിരത്തുക, ചുമരുമ്മ വരക്കുക. ഇങ്ങനത്തെ മുട്ടായിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അത് സോഫയിൽ നിരത്തുക, ടേബിളിന്മേൽ നിരത്തുക. ആകെ ഒച്ചപ്പാടും ബഹളും വികാരം. അങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ മോളിതാ അടിച്ചേരിക്കാണ്ട് കൂട്ടിക്കണ്. അതിലാണെങ്കിൽ കുറേ കവറും മുട്ടായി കവറും ഞാൻ പറഞ്ഞില്ലേ ഒക്കെപ്പാടൊരു കഥയാണ്. അങ്ങനെ അടിച്ചേരുവാറിലൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി നമ്മൾ പിന്നെ ഉച്ചക്കത്തുള്ള കൂട്ടാണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ വല്യുള്ളിയൊക്കെ അരിയുണ്ട്. ഇന്ന് നമുക്ക് ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ കിട്ടിയിരിക്കുന്നത് പാഡ്സാണ്. നമ്മൾ പാഡ്സും ചോറൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പിന്നെ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചണുണ്ട്. ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ സീറ്റൊക്കെ വിരിച്ചണം, അല്ലാഞ്ഞാൽ ശരിയാവില്ല. അപ്പം നമ്മളങ്ങനെ സീറ്റൊക്കെ വിരിച്ച് നല്ലൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അപ്പം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിച്ച് റെഡിയാക്കിയിരുന്നു. ഇനി നമുക്ക് കുറച്ച് തിരുമ്പാണ്ട്. പിന്നെ മോള് 40 കഴിഞ്ഞ് വന്നതാണ്. ഓളെ കുട്ടീൻ്റെ കഷ്ണങ്ങളൊക്കെ തിരുമ്പാണ്ട്. അപ്പം നമ്മൾ തിരുമ്പട്ടെ.
സീതപ്പഴം 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 പച്ച കളറല്ലേ? അതല്ലേ സീതപ്പഴമാണ് അതിന് പേര്. അങ്ങനെ നമ്മളെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ തുടക്കണ പരിപാടി. തുടക്കണ കലാപരിപാടി ആണ്. നമ്മൾ തുടക്കുകയാണ്, നല്ല അടിപൊളിയായിട്ട് തുടക്കുകയാണ്. തുടച്ചിട്ട് വേണം തിരുമ്പി കുളിച്ച് അകത്തേക്കൊക്കെ കയറാൻ. അപ്പം നമ്മൾ തിരുമ്പി കുളിച്ചാനല്ല, തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിച്ച് അകത്തേക്ക് കയറാനൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.